ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നുള്ളത് ഒരു എന്താ പറയാ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഏരിയയിലാണ്. നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് കണ്ടാൽ തന്നെ മനസ്സിലാവും, ഒരു കാട്ടിൻ്റെ ഉള്ളിലാണ് ഞങ്ങൾ. ഫ്രണ്ട് കാണിച്ചെടുക്കണ്ടോ? അടിപൊളി അടിപൊളി. നമ്മുടെ തിരൂരാണ് സ്ഥലം വരുന്നത്, നമ്മുടെ തൊട്ടടുത്താണ്. പക്ഷെ നമുക്ക് ഇത്രയും കാലം അറിയണ്ടായിരുന്നില്ല. അങ്ങനെ നൂറിലേക്ക് എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. പിന്നെ ആരെങ്കിലും ഈ ഭാഗത്തൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്യേണ്ട. 50 രൂപയുള്ളൂ എൻട്രി ഫീ. 50 രൂപയ്ക്ക് കാണാനുള്ള ഉണ്ട്. നല്ല നല്ല പീസ്ഫുൾ, ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് റിലാക്സ് ആവും. ഭയങ്കര ഒരു നല്ല ടെൻഷൻ ഫ്രീ ആംബിയൻസ് ആണ് ഇവിടെ. സത്യമായിട്ടും നല്ലൊരു ആംബിയൻസ് കിട്ടും. പിന്നെ നമുക്കിപ്പോൾ ഒരുപാട് ടെൻഷൻ ഉള്ളതുകൊണ്ട്, പിന്നെ മൂഡ് സ്വിങ്സ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കൂടിയാണ് ഞങ്ങൾ ഇവിടെ വന്നത്. നിങ്ങൾ മനസ്സിലാക്കുക. നമ്മളിതിൻ്റെ എൻട്രി കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നിൽ പറയാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. കണ്ടാൽ മാത്രം പോരാ, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നമ്മുടെ മുന്നത്തെ വീഡിയോസൊക്കെ പോയി കാണുക. പിന്നെന്താ പറയാ, ഞങ്ങൾ ഈ ഒരു കൊച്ചു ചാനൽ നിങ്ങളൊരു വലിയ ചാനലാക്കി തരണം. അതെ, എത്ര ഉള്ളൂ, ചെറിയ കയറി വരുമ്പോൾ തന്നെ നല്ലൊരു എൻട്രൻസിലാ, അടിപൊളി. ഇത് കൂടെ നടക്കാൻ പറ്റും മുന്നോ? ക്ലോസാ? നല്ല മീനുകളും കാര്യങ്ങളൊക്കെ. അയ്യോ, നല്ല രസമുണ്ടല്ലേ? ഊഞ്ഞാലൊക്കെ പൊന്നൊന്ന് വാടി നോക്കിയൊക്കെ. ചാളിയൊന്നുമില്ല, മഴ ചെയ്തിട്ട് നല്ലതാണ്. ഒട്ടൊന്നുമല്ല. എനിക്കാടണം, എനിക്കാടണം. ഇല്ല. അങ്ങനെ ഏട്ടൻ ഇരിക്കാൻ പോവാണ് ഗൈസ്. നിറച്ച് വെള്ളമാണ് ടയറിൽ. ആട് യോ അടിപൊളിയായിക്കിട്ടോ. വെള്ളാവണ്ട പാൻറ്റില്. മതി, വാ, ബാക്കി കണ്ടിട്ട് വരാ. ഇങ്ങനെ നമ്മള് എന്റെ ഫോണ് വീണ് ഗൈസ്, എന്റെ ഫോണ് വീഴ്ത്തി. ബ്ലഡി ഫുൾ. ഈ മരം കാണാൻ നല്ല രസമുണ്ടല്ലേ. ഇത് മരല്ല, അത് ഇതാണ് പാനയല്ല, മോള. ഞാൻ ഉദ്ദേശിച്ചതാണ് മോള. ഇവിടെയും ആ കുളത്തിന്റെ ബാക്കിയുണ്ട്. ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു കേട്ടോ. പിന്നെ എന്തെങ്കിലും കാരണവശാൽ നിർത്തിയതായിരിക്കാം. ബോട്ടിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഉണ്ട്, അവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇവിടെ ഫിഷ് സ്പാ ഒക്കെ ഉണ്ട്. പക്ഷെ ഇപ്പോൾ മഴയായിട്ടതൊന്നും വലിയ അനുഭവത്തോടു കൂടി മാത്രം എന്നൊക്കെ ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എന്തായാലും നല്ലൊരു പീസ്ഫുൾ. പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസിനൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര മൈൻഡ് ഭയങ്കരമായിട്ട് റീഫ്രഷ് ആയി പോകും. പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡി മാത്രമൊന്നുമല്ല, ആർക്കും വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും വരാം. എല്ലാവർക്കും വന്നു കഴിഞ്ഞാൽ മൈൻഡൊക്കെ നല്ല അടിപൊളിയാവും.
ഫയർ ഹോൾ ഉണ്ട്. പ്രയർ ഹോളുണ്ട്. ഓ നല്ല അടിപൊളി സിറ്റിങ്ങും കാര്യങ്ങളൊക്കെ നല്ലൊരു വൃത്തിയുണ്ട്. നല്ലൊരു നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, നമ്മളെ തൊട്ടടുത്ത് തന്നെയാണ്. ടീ ഉണ്ട്, 2 കോഫി കുടിക്കാം. ആ ഇതിലൊക്കെ കുട്ടികൾക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. എന്തേ ആ സ്റ്റേജ് ഷോ ഇതാണല്ലേ നല്ലൊരു ഫാമിലീസൊക്കെ ഉണ്ട്, നമ്മളറിയാത്ത. ഒരു തോണിയുടെ ഷേപ്പിൽ അവിടെ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കണത്. ഇങ്ങോട്ട് കപ്പിൾസിന് അലൗഡ് അല്ലേ? കപ്പിൾസിന് അലൗഡ് അല്ല, ഫാമിലീസ് ഓൺലി ഫാമിലീസ്. ഞങ്ങളുടെ വന്നപ്പോൾ തന്നെ ചോദിച്ചേ, ഞങ്ങളെ കണ്ടിട്ട് കല്യാണം കഴിഞ്ഞാൽ തോന്നി. അതെ, ഞങ്ങളെ കണ്ടിട്ട് കല്യാണം കഴിഞ്ഞതായിട്ട് തോന്നിയിട്ടില്ല. ഞങ്ങൾ എന്നിട്ട് മാരേജിൻ്റെ ഒരു ഫോട്ടോ ഉണ്ട്, അതെടുത്താണ് കാണിച്ചു കൊടുത്തത്. ഓരെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് കുറേ ആൾക്കാർ ഇതിങ്ങനെ മിസ്യൂസ് ചെയ്യുന്നുണ്ട്. നല്ലൊരു ഇത് കേട്ടോ എൻട്രൻസ് ഇങ്ങോട്ട് തോണീൻ്റെ. ആ കാടിൻ്റെ ഉള്ളിൽ നിന്ന് പെട്ടെന്ന് നമ്മൾ നല്ലൊരു പച്ചപ്പിലേക്ക് എത്തി. അയ്യോ നല്ല വെയിലും ഇത് നമ്മളെ അടുത്തൊക്കെ ഉണ്ടത്. നല്ല ചെറിയൊരു കാറ്റൊക്കെ വരുമ്പോൾ ഈ മുളകളുടെ ഇലയൊക്കെ ഇങ്ങനെ തട്ടിങ്ങേണ്ട ഒരു സൗണ്ട് വരില്ല ഗൈസ്. അത് ഭയങ്കര നമ്മുടെ മൈൻഡ് നല്ല ചില്ലായിപ്പോവും. ഇത് കണ്ടോ, അത് മറ്റേ വെളിച്ചത്തയച്ചിട്ട കോഴീനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ആഹാ, നമ്മളെ കുളത്തിൻ്റെ നടുവിലൊരു വീട്. ഞാൻ അവിടെ ഉണ്ട്. പൈസ അങ്ങനെ ഞങ്ങൾ ബ്രിഡ്ജിൻ്റെ മേലോട്ട് കയറാണ്. ആ ഇത് ചിലപ്പോൾ പൊളിയാൻ ചാൻസ് ഉണ്ട് പൈസ. വെറുതെ പറ്റിച്ചതാണ് കേട്ടോ. പേടിത്തോണ്ടെത്തി പേടിയുണ്ട് സ്വത്തിന്. ഇതാ വീട്, മറ്റേ ഇവിടെ വെള്ളത്തിന്റെ സെന്ററിലുള്ള വീടാണ് കേട്ടത്. ഇതങ്ങോട്ട് ഇങ്ങോട്ട് ചലിക്കണൊക്കെ ഉണ്ടത്. അത് അടിപൊളിയായില്ല അങ്ങനത്തെ സംഭവം. ഓപ്പൺ ആക്കായിരിക്കും എന്താണാവോ. ഞാൻ വിചാരിച്ചു ഇതിൽ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്നാണ് സെന്ററില്. പക്ഷെ ഇത് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെന്ന്. ആ അടിയിൽ ഡ്രമ്മൊക്കെ വെച്ചിട്ട് അതിനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയാണ്. അതെ അതെ അതെ. അപ്പോൾ അവിടെ മുട്ടാനായി. ഇല്ല ഇത് കുലുങ്ങൊന്നുമില്ല എൻ്റെ പൊന്നോ. നമുക്ക് ജസ്റ്റ് ഒരു മിനിറ്റ് പൊന്നോ, ഇതൊന്ന് പിടിച്ചിങ്ങോട്ട് വലിച്ചു നോക്കി. ഇവിടെ ഇങ്ങോട്ട് വരുമോ നോക്കി കേട്ടോ. വരുന്നുണ്ടല്ലേ,
വരുന്നുണ്ട് സംഭവം വരുന്നുണ്ട്. വാ പോ പോ, പോ. അടിയിലേക്ക് നോക്കുമ്പോൾ തല ചുറ്റും. പക്ഷെ അടിയിലേക്ക് നോക്കാൻ നടന്നു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. എന്തിനാ പേടിക്കണ മണ്ടത്തിയെ? ഇതിന് എന്തുമാതിരി പേടിയാണെന്ന് പറയാം ഗൈസ്. സെൻട്രലൊരു മരവും 3 ഊഞ്ഞാലും. അടിപൊളി. പാമ്പൊന്നും ഉണ്ടാവില്ലായിരിക്കില്ലേ പൊന്നോ? ഇതൊക്കെ മറ്റേ കാറ്റത്ത് ഇങ്ങനെ ആയതാണല്ലേ? കാറ്റിലേ ഇങ്ങനെ ആവണതാണോ പറഞ്ഞ? സെൽഫി എടുക്കല്ലേ?